കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി നടക്കുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏപ്രിൽ 2ാം വാരം നിയമസഭാ തെരഞ്ഞെടുപ്പിന് സാധ്യതയുണ്ട്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത മാസം സംസ്ഥാനത്തെത്തും. നോബൽ ബാരിക്കാരനാണ് വിവരങ്ങൾ നൽകുന്നത് ഡൽഹിയിൽ നിന്നും. നോബൽ, നമുക്ക് ഉറപ്പിക്കാം 100 ദിവസം മാത്രമേ ഇനി തെരഞ്ഞെടുപ്പിനുള്ളൂ. ഏപ്രിൽ 2ാം വാരം തെരഞ്ഞെടുപ്പ് പരമാവധി പോയാൽ മെയ് മാസം ആദ്യത്തോടുകൂടി തന്നെ വോട്ടെണ്ണലും നടക്കും. മാർച്ച് മാസം 10 മുൻപ് തന്നെ നോട്ടിഫിക്കേഷൻ വന്നേക്കാം, വിജ്ഞാപനവും വന്നേക്കാം. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് നോബൽ ബാരിക്കാരൻ? അരുൺ, അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നമുക്ക് മാർച്ച് ആദ്യ വാരം പ്രതീക്ഷിക്കാം. എന്താണെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ അറിയാൻ കഴിയുന്നത് ഏപ്രിൽ 2ാം വാരത്തിനുള്ളിൽ തന്നെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദമായ യോഗം ഇന്നലെ ചേർന്നിരുന്നു. ആ യോഗത്തിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ സാഹചര്യം കൃത്യമായി തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. ആ വിലയിരുത്തലിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട സൂചനകൾ പുറത്തേക്ക് വരുന്നത്. പ്രധാനമായി ഇന്നലെ ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മനീഷ് ഗാർഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കേരളത്തിലുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ കേൽക്കർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്തെ എല്ലാ സാഹചര്യവും കൃത്യമായി തന്നെ വിലയിരുത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വിവരം പുറത്തേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫെബ്രുവരി മാസത്തിലായിരിക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലേക്ക് സന്ദർശനത്തിന് വേണ്ടി എത്തുക. അവിടുത്തെ സാഹചര്യം മുഴുവൻ വിലയിരുത്തിയ ശേഷം മടങ്ങിയെത്തി ഏപ്രിൽ തെരഞ്ഞെടുപ്പിന്റെ തീയതി വരും. അതോടൊപ്പം തന്നെ മാർച്ച് ആദ്യ വാരം തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര ബജറ്റ് അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞാൽ തന്നെ എത്രയും വേഗം ബാക്കി നടപടിക്രമങ്ങളിലേക്ക് കടക്കാനുള്ള നീക്കമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് എന്നും അറിയാൻ കഴിയുന്നു. മാർച്ച് ആദ്യ വാരം പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമായിരിക്കും തെരഞ്ഞെടുപ്പിന് ഉണ്ടാവുകയുള്ളൂ. ഒരുപക്ഷെ ഏപ്രിൽ 10-നുള്ളിൽ 2ാം വാരത്തിനുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. ഒറ്റഘട്ടമായി കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഒറ്റഘട്ടമായി തന്നെയായിരിക്കും കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. കേരളം മാത്രമല്ല, അസം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ സാഹചര്യവും കൃത്യമായി തന്നെ ഉദ്യോഗസ്ഥർ വിലയിരുത്തിയിട്ടുണ്ട്. ഒപ്പം തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് അത് മെയ് മാസത്തിൽ തന്നെ ആകാനുള്ള സാധ്യതയാണ് കാണാൻ കഴിയുന്നത്. കാരണം കേരളത്തിൽ മാത്രം, കേരളവും തമിഴ്നാടും ഒരുപക്ഷെ പുതുച്ചേരിയിൽ മാത്രമായിരിക്കും ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുക. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ കഴിഞ്ഞ തവണ അസാമിൽ 3 ഘട്ടം, പശ്ചിമ ബംഗാളിൽ 8 ഘട്ടം അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പൂർത്തിയായത്. സ്വാഭാവികമായി സമയം ആവശ്യമുണ്ട്. തെരഞ്ഞെടുപ്പ് എപ്പോഴും പ്രഖ്യാപിക്കുമ്പോൾ ഒന്നിലധികം സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്ന ദിവസം ഒരുമിച്ചായിരിക്കും എല്ലാ സംസ്ഥാനങ്ങളും വരും. അതുകൊണ്ട് തന്നെ മെയ് മാസം വരെ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ കാത്തിരിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരുപക്ഷെ മെയ് 1-2 തീയതികളിൽ ഫലപ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യത, വോട്ടെണ്ണൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. എന്താണെങ്കിലും സംസ്ഥാനത്തെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സാഹചര്യം കൃത്യമായി തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ള ആളുകൾ വിലയിരുത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇന്നലെ യോഗം ചേർന്നത്. മറ്റ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. കേന്ദ്രസേന അടക്കം വിന്യസിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സുരക്ഷാ വിഷയങ്ങൾ അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് SIR പൂർത്തിയായ ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ട് വേണം തെരഞ്ഞെടുപ്പ് നടക്കാൻ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ആഗ്രഹം. മറ്റു തരത്തിലുള്ള മറ്റെന്തെങ്കിലും ക്രമക്കേടുകളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വിമർശനങ്ങളോ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായുള്ള നീക്കങ്ങൾ വേണം എന്നും കമ്മീഷൻ ആവശ്യപ്പെടുന്നു. അതാണെങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ 100 ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ഉണ്ടാവുകയുള്ളൂ എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഏപ്രിൽ 2ാം വാരത്തിനുള്ളിൽ തന്നെ കേരള തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. അതോടൊപ്പം തന്നെ മാർച്ച് ആദ്യ വാരം പ്രഖ്യാപനം ഉണ്ടാകും. ഏപ്രിൽ മാസത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ള ആളുകൾ കേരളത്തിലേക്ക് എത്തി സാഹചര്യം വിലയിരുത്തുകയും ചെയ്യും. അരുൺ, നോബൽ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് നോബൽ ഡൽഹിയിൽ നിന്നും നൽകുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലേക്ക് ജനുവരി അവസാന വാരത്തോടുകൂടി വരുന്നു. ഫെബ്രുവരി മാസത്തിൽ തയ്യാറെടുപ്പുകൾ, മാർച്ച് മാസം 15-ാം തീയതിക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ, ഏപ്രിൽ 2ാം വാരം ഒറ്റഘട്ടമായി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കും. കേരളം അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് 1-2 ഘട്ടമാകുമ്പോൾ കേരളത്തിൽ ഒറ്റഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. റിപ്പോർട്ടർ, ബിഗ് ബ്രേക്കിംഗ് ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. മെയ് 1-2 തീയതികളിൽ തന്നെ ഫലപ്രഖ്യാപനം ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അപ്പോൾ മാർച്ച് 15-ാം തീയതിയോടുകൂടി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം എത്തും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏപ്രിൽ 2ാം വാരം തന്നെ തെരഞ്ഞെടുപ്പും നടന്നേക്കാം.